പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ ഈ യൂട്യൂബിൽ കൂടെ ശ്രവിക്കുന്ന, തിരുവചനത്തെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ജാതി മത സംഘടനാ വ്യത്യാസമനെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ. മുഖവരകളൊന്നും പറയാതെ തിരുവചന ചിന്തയിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവെഴുത്ത് എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യമാണ് ഞാനിവിടെ തിരഞ്ഞെടുത്തത്. കതിരമരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും വേണം. അത് മുഴുവൻ 11-ാം വാക്യം വീണ്ടും, അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം, അകത്തും പുറത്തും പൊതിയണം. പുറപ്പാട് പുസ്തകം 25-ന്റെ 10-11 വാക്യമാണ് വായിച്ചത്. എൻ്റെ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് കതിരമരവും ക്രിസ്തു യേശുവും തമ്മിലുള്ള ഒരു താരതമ്യം ദൈവവചന അടിസ്ഥാനത്തിൽ പറയുവാനായി താല്പര്യപ്പെടുന്നു. എല്ലാ തിരുവെഴുത്തും തിമോഥെയോസിനെ 2-ാം ലേഖനം 3:16-17 പറയുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസീയമായതുകൊണ്ടും യെശയ്യാപ്രവചനം 34:16 യഹോവയുടെ ആത്മാവിനാൽ കൂട്ടിവരുത്തപ്പെട്ട വചനമായതുകൊണ്ടും പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രവചനം ഒരിക്കലും മനുഷ്യരുടെ ഇഷ്ടത്താൽ സ്വയമായി ഉളവാകുന്നതല്ല എന്ന് ഒന്നാമതറിയാണ്. ഇത് പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ച വചനങ്ങളായതുകൊണ്ടും കർത്താവായ യേശു ക്രിസ്തു മത്തായി 5:18-19 പറയുന്നത് പോലെ ആകാശവും ഭൂമിയും മാറിപ്പോകണം, ഈ വചന തിരുവെഴുത്തുകളിൽ നിന്ന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരാൻ പാടില്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞ കുത്ത്, കുണുക്ക്, സ്കോമ, ചുറ്റിക്കെട്ട്, പുള്ളി, ഇതിലൊന്നും അനന്തരം അതിൻ്റെ ശേഷം ഇങ്ങനെയൊക്കെ സേല, ഇതെല്ലാം ഒന്നും നമുക്ക് കളയാനില്ല. ഇതൊക്കെ നമുക്ക് തിരുവെഴുത്തുകളിൽ കൂടെ നല്ലതുപോലെ പഠിക്കേണ്ട ഒരു ദൂതാണ്. ഇസ്രായേൽ ജനം, ബാക്കി ഭാഗങ്ങളെല്ലാം വിടുക, ഇസ്രായേൽ ജനം മരുഭൂമിയിലായിരുന്നപ്പോൾ ദൈവം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ നടുവിൽ വസിക്കുവാൻ ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. പുറപ്പാട് പുസ്തകം 25:8. ദൈവം അതുവരെയും എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അകന്നു നിൽക്കുകയായിരുന്നു. തിരുവെഴുത്തുകളിലുണ്ട് അകന്നു നിൽക്കുന്ന സാഹചര്യങ്ങൾ, അടുത്തു വരുന്ന സാഹചര്യങ്ങളൊക്കെ തിരുവെഴുത്തുകളിലുണ്ട്. എങ്കിലും ചില ചിന്താവിഷയങ്ങൾ ഓടിച്ചു തരുവാൻ താല്പര്യപ്പെടുകയാണ്. എന്താണ് ഈ കതിരമരത്തെക്കുറിച്ച് പറയാനായിട്ട് താല്പര്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ലോകത്തിലെ ഒരു ആശാരിമാർക്കും വേണ്ടാത്ത ഈ കതിരമരം, എല്ലാവരാലും തഴയപ്പെട്ട ഈ കതിരമരം, എല്ലാവരാലും വെറുക്കപ്പെട്ട ഈ മരത്തെ ദൈവം പറഞ്ഞു, മോശയോട് പറയുകയാണ്, നീ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കുമ്പോൾ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം, ഇങ്ങനെ 3ആയി തിരിച്ച് നീ ഉണ്ടാക്കുന്നതോടൊപ്പം ഒരു പെട്ടകം ഉണ്ടാക്കണം. പെട്ടകത്തിനകത്ത് മണ്ണായിട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിൻ്റെ കൽപ്പലകകളും
ധൂപവർഗവും ഇതൊക്കെ പെട്ടകത്തിനകത്തുണ്ടെന്ന് എബ്രായ ലേഖനം 9:1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കവിടെ കാണുവാൻ കഴിയും. പെട്ടകത്തിന് ഉണ്ടായിരിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് അത് അടുത്ത വീഡിയോയിൽ ഇടുകയാണ്. അതിനകത്ത് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഓരോ മെസ്സേജുകളാണ്. ഞാൻ എൻ്റെ ചിന്താവിഷയത്തിലേക്ക് ഓടി വരട്ടെ. എൻ്റെ ഇന്നത്തെ ചിന്താവിഷയം കതിരമരമാണ്. എല്ലാവരും വെറുക്കപ്പെട്ട ഈ കതിരമരം കൊണ്ട് തന്നെ പെട്ടകം പണിയണം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 7-ാം അധ്യായം നോഗയോട് പെട്ടകം പണിയാൻ പറഞ്ഞപ്പോൾ നോഗയുടെ ദൈവം പറഞ്ഞു, നീ ഗോപർ മരം കൊണ്ട് തന്നെ പെട്ടകം ഉണ്ടാക്കണം. ദൈവം അതത് സമയത്ത് ഓരോന്ന് പറയുന്നത് അനുസരിച്ച് ചെയ്യുന്നവർക്കാണ് വിടുതൽ. പണ്ട് പറഞ്ഞതും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. നമ്മൾ പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11:23, ആവർത്തനം 33:3 വായിക്കുമ്പോൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഈ കതിരമരം? എല്ലാവരാലും വെറുക്കപ്പെട്ട് ലോകത്തിലൊരാചാര്യമാർക്കും ഇത് വേണ്ട. ചരിത്രകാരന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിനൊത്തിരി ആരുള്ളത് കൊണ്ട് പണിയാൻ ഇച്ചിരി പാടായതുകൊണ്ട് ഇതിനെ വേണ്ട. അപ്പോൾ എൻ്റെ ചിന്താവിഷയമെന്ന് പറയുന്നത്, എല്ലാവരും വെറുക്കപ്പെട്ട അരുമ ശിഷ്യഗണങ്ങളുടെ അരികിലേക്ക്, പത്രോസിൻ്റെ, യാക്കോബ്, യോഹന്നാൻ്റെ അരികിലേക്ക് തേടിച്ചെന്ന ക്രിസ്തു, ആർക്കും വേണ്ടാത്ത ചുങ്കക്കാരൻ സക്കായിയെയും ചുങ്കക്കാരൻ മത്തായിയെയും ഇവരെയൊന്നും ആർക്കും വേണ്ട, അവരിലേക്ക് തേടിച്ചെന്ന ക്രിസ്തു. ഇനി കതിരമരം മരുഭൂമിയിലാണ് വളരുന്നത്. ഈ കതിരമരത്തോട് ചോദിച്ചാൽ ഈ കതിരമരം പറയും, എല്ലാവരാലും വെറുക്കപ്പെട്ട എന്നെ തേടി ഒരുവൻ വന്നു. ഇന്നെന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, വിശ്വാസ കുടുംബങ്ങൾ, സഹോദരിമാർ, ജാതിമത സംഘടന വ്യത്യാസം എന്നെ എല്ലാ പ്രിയപ്പെട്ടവരിത് കേൾക്കുന്നുണ്ട്. എനിക്ക് അവരോട് ദൂത് പറയാനുള്ളത്, എല്ലാവരാലും വെറുക്കപ്പെട്ട് ഒറ്റപ്പെട്ട് തള്ളിക്കളഞ്ഞ അവസ്ഥയിലാണോ നിങ്ങളായിരിക്കുന്നത് എങ്കിൽ ഭാരപ്പെടണ്ട. നമ്മെ തേടി വരുന്ന ക്രിസ്തു എല്ലാവരാലും തള്ളപ്പെട്ട് കുളക്കരയിൽ യോഹന്നാന്റെ 5-ാം അധ്യായം പഠിക്കുമ്പോൾ 1 മുതൽ 10 വരെ വായിക്കുമ്പോൾ എല്ലാവരാലും തള്ളപ്പെട്ട, ആർക്കും വേണ്ടാതെ 38 വർഷക്കാലം കുളക്കരയിൽ കിടന്നവൻ്റെ അരികിലേക്ക് അവൻ ഒരു പ്രാവശ്യം പോലും യേശുവെ എന്ന് വിളിച്ചതായിട്ട് കാണുന്നില്ല. എങ്കിലും തേടിച്ചെന്ന ക്രിസ്തു. നൈല വിധവയുടെ ലൂക്കോസ് 7:11 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നൈല വിധവയുടെ ആകെ ആശ്രയമായിരുന്ന മകൻ മരിച്ചു. നൈല വിധവയും ഒരു വാക്കുപോലും യേശുവേ എന്ന് വിളിച്ചിട്ടില്ല. ഭർത്താവ് മരിച്ചിട്ടും യേശു എന്ന് വിളിച്ചിട്ടില്ല. കുഞ്ഞു മരിച്ചിട്ടും യേശുവേ എന്ന് വിളിച്ചിട്ടില്ല. വേദന, അവരുടെ വേദന അറിഞ്ഞ് തേടിച്ചെന്ന ക്രിസ്തു. എല്ലാവരാലും 18 വർഷം കൂനിയായിരുന്ന ലൂക്കോസിന്റെ 13:10 മുതൽ 18 വരെ വായിക്കുമ്പോൾ എല്ലാവരാലും തഴയപ്പെട്ട് 18 വർഷം മുടങ്ങാതെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന കൂനിയായ സ്ത്രീയെ കണ്ട ക്രിസ്തു. 5000 പേർക്കിടയിൽ കണ്ട ക്രിസ്തു. 12 വർഷക്കാലം വീട്ടിനകത്തൊതുങ്ങിക്കൂടി വേദനയോടെ ഭാരപ്പെട്ട് നിരാശപ്പെട്ടിരുന്ന ആ രക്തസ്രാവക്കാരി യേശു പോകുന്നു എന്ന് അറിഞ്ഞ ഉടനെ പ്രമാണവും പ്രമാണിമാരെയും നോക്കാതെ
മർക്കോസ് 5:25 മുതൽ 34 വരെയുള്ള ഭാഗങ്ങൾ പ്രമാണവും നോക്കിയില്ല, പ്രമാണിമാരെ നോക്കിയില്ല, മാതാപിതാക്കളെ നോക്കിയില്ല, ബന്ധുമിത്രാദികളെ നോക്കിയില്ല. കാരണം ഇവർ പറഞ്ഞാൽ പുറത്തിറങ്ങാൻ സമ്മതിക്കത്തില്ല. പ്രമാണം സംഖ്യാപുസ്തകം 6:5 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കാണാം, ഓരോരുത്തർക്കുള്ള പ്രമാണം കൊടുത്ത് നാസീർ വ്രതക്കാരന്, രക്തസ്രാവം പിടിച്ചവർക്ക് ഒക്കെയുള്ള പ്രമാണങ്ങൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. പ്രമാണപ്രകാരം അവിടെ ഇരുന്നാൽ വിടുതൽ കിട്ടത്തില്ലെന്ന് മനസ്സിലാക്കി മാതാപിതാക്കളോട് ചോദിക്കാതെ, ബന്ധുമിത്രാദികളോട് ചോദിക്കാതെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്നറിഞ്ഞപ്പോൾ ഇറങ്ങിച്ചെന്നു. നാട്ടുകാർ കണ്ടാൽ കല്ലെറിയണം. ഇതൊന്നും വകവെക്കാതെ യേശുവിൻ്റെ അരികിലേക്ക് ചെന്ന രക്തസ്രാവക്കാരിയെ യേശു കണ്ടു. മർക്കോസ് 5:32. അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റിനും നോക്കി. അങ്ങനെയാണെങ്കിൽ ആർക്കും വേണ്ടാത്തതിനെ യേശുവിന് വേണം. പുറംജാതിക്കാരിയായ സ്ത്രീ, മത്തായി 15:21 മുതൽ 28 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ പുറംജാതിക്കാരിയായ സ്ത്രീ യേശുവിൻ്റെ അരികിൽ വന്ന് നിലവിളിച്ചു, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ചപ്പോൾ അവരുടെ വിഷയത്തിന് പരിഹാരം കൊടുത്ത ക്രിസ്തു, അവരുടെ മകളുടെ ഭൂതത്തിന് വിടുതൽ കൊടുത്ത ക്രിസ്തു, ആ ക്രിസ്തു ആർക്കും വേണ്ടാത്തതിന്, യഹൂദന്മാർ തഴയപ്പെട്ടതിന്, പുറവിയിലെ കുരുടനായിരുന്നവരെ വിടുതൽ കൊടുത്ത ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 9. മർക്കോസിന്റെ 10:46 മുതൽ 52 ഭാഗങ്ങൾ വായിച്ചാൽ ജന്മനാൽ പാമസ്തോത്ര കുരുടൻ തിമായിയുടെ മകൻ ബർത്തിമായി നിലവിളിക്കുക, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമെന്ന്. ഇതുവരെ ആർക്കും അവൻ്റെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ പാസ്റ്റർമാർക്കോ കരുണ തോന്നിയില്ല. അതുകൊണ്ട് അവൻ യേശുവിനോട് പറഞ്ഞ് എന്നോട് കരുണ തോന്നണമെന്ന്. കരുണ തോന്നണമെന്ന് പറഞ്ഞ ക്രിസ്തു അവിടെ നിന്നു. 3 കാര്യം പറഞ്ഞു. 1, അവനെ വിളിപ്പിൻ എന്ന് പറഞ്ഞു. മിണ്ടാതിരിക്കാൻ പറഞ്ഞവരോട് തന്നെ പറഞ്ഞു, വിളിക്കാൻ പറഞ്ഞു. ചുരുക്കി പറയുക, എൻ്റെ വിഷയം കതിരമരമാ, വിളിപ്പിൻ എന്ന് പറഞ്ഞു. 1, അവർ പറയുക, 1, എഴുന്നേൽക്ക, ധൈര്യമായിരിക്ക, എഴുന്നേൽക്ക, യേശു നിന്നെ വിളിക്കുന്നു. അടിയനെ കേൾക്കുന്ന ജാതി മത സംഘടന വ്യത്യാസമെന്നെ പ്രിയപ്പെട്ടവരെ, യേശു നിന്നെ വിളിക്കുന്നു. യേശുവിൽ ആശ്രയിക്കാൻ ഒരു സമയമാണ്. കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 6:1 മുതൽ 3 വരെ വായിക്കുമ്പോൾ, ഇപ്പോഴാകുന്നു രക്ഷാദിവസം, സുപ്രസാദ കാലം. അതിനായി നമ്മൾ ഇറങ്ങുക. കർത്താവിനോട് പറയും, കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ, അവിടുത്തെ പുണ്യാഹ രക്തത്താൽ എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചിന്താവിഷയത്തിലേക്ക് വരട്ടെ. എന്തുകൊണ്ടാണ് ദൈവം നോഗയുടെ ഗോപർ മരം കൊണ്ട് പെട്ടകം പണിയാൻ പറഞ്ഞു? എന്തുകൊണ്ട് മോശയോട് കതിരമരം കൊണ്ട് പെട്ടകം പണിയാൻ പറഞ്ഞു? ആർക്കും വേണ്ടാത്തതിനെ, തള്ളപ്പെട്ടതിനെ തേടി വന്ന ക്രിസ്തു. ഞാൻ ഈ കതിരമരത്തെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ മറ്റുള്ള മരങ്ങളെയൊക്കെ മുറിച്ചു കൊണ്ടുപോകുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, ഫർണിച്ചർ ഉണ്ടാക്കുന്നു, സകലത് ചെയ്യുന്നു. പക്ഷെ ഇതിനെ ആർക്കും വേണ്ട. ഇതപ്പോഴും ഒറ്റപ്പെട്ട് നിൽക്കുക. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി കുഞ്ഞുങ്ങളെ, നീ ഒറ്റപ്പെട്ട അവസ്ഥയിലാണോ നിൽക്കുന്നത്? എല്ലാവരാലും നിന്നെ വേർപെടുത്തി ഇട്ടിരിക്കുകയാണോ? ഈ കതിരമരത്തെ കൊണ്ട് പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞ കർത്താവ് നമ്മളെയും ഉപയോഗിക്കുവാൻ, ഈ 2025 നിങ്ങളെയും ഉപയോഗിക്കുവാൻ, തള്ളപ്പെട്ട് കിടക്കുന്നതിനെ ഉപയോഗിക്കുവാൻ സ്വർഗത്തിലെ ദൈവശക്തനാണ്. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നെന്ന് അറിയത്തില്ല. അങ്ങനെ എല്ലാ മരങ്ങളും മുറിച്ചു കൊണ്ടുപോവുക, നല്ല സൗന്ദര്യം വരുത്തി
ഒക്കെ കൊണ്ടുപോവുക. ചെത്തി തീ മിനുക്കി കൊണ്ടുപോകുമ്പോൾ ഈ കതിരമര നോക്കി നിൽക്കുക. ഈ കതിരമര നോക്കി നിൽക്കുമ്പോൾ വേദന കാണും, സങ്കടം കാണും, ബുദ്ധിമുട്ടുകൾ കാണും, പ്രയാസം കാണും. ആരോടും സങ്കടം തുറന്നു പറയാൻ കഴിയാത്ത നിലയിൽ ഭാരപ്പെട്ട് വേദനിച്ചിരിക്കുന്ന കതിരമരം അതിൻ്റെ സമയമായപ്പോൾ, സഭാപ്രസംഗിയുടെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാത്തിനും ഒരു സമയമുണ്ട്. സമയമായപ്പോൾ ഒരുവൻ കോടാലിയുമായിട്ട് അങ്ങോട്ട് ചെല്ലുക. സഹോദര, കതിരമരം മുറിക്കണമെങ്കിൽ കൃപയുള്ളവനെ മുറിക്കാൻ പറ്റൂ. കതിരമരം പണിയണമെങ്കിൽ കൃപയുള്ളവനെ കൊണ്ടേ പണിയാൻ പറ്റൂ. ദൈവം തെരഞ്ഞെടുത്തവനെ കൊണ്ടേ പണിയാൻ പറ്റൂ. പറയുന്നത് അതുപോലെ അനുസരിക്കുന്നവരെ കൊണ്ടേ ചെയ്യാൻ പറ്റൂ. ദൈവം മോശയോട് പറഞ്ഞതിൻ്റെ കാരണം മോശ പറയുന്നത് പോലെയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് തൻ്റെ വൃതനായ മോശ റമാനകക്ഷസ്മനാദിയ പറയുന്നത് അതുപോലെ അനുസരിച്ച് ചെയ്യുമെന്ന് കണ്ടിട്ട് ആര് ഇതിൻ്റെ പണിക്കാക്കണമെന്ന് ദൈവം മോശയ്ക്ക് പറഞ്ഞു കൊടുത്തു. പുറപ്പാട് പുസ്തകം 31 വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 17-11 കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ, മോശ മലമുകളിൽ കയറിയപ്പോൾ മോശയുടെ കരം താണു പോകുമെന്ന് വിചാരിച്ച് മോശ വിളിക്കാതെ ഒരു ഹൂരും അഹരോനും കൂടെ മലമുകളിൽ കയറി തൻ്റെ കരം ഉയർത്തിപ്പിടിച്ചു കൊടുത്തു. പ്രാർത്ഥനയാകുന്ന മലമുകളിൽ കയറി തൻ്റെ കരം ഉയർത്തിപ്പിടിച്ചു കൊടുത്ത ഹൂരിൻ്റെ പിൻതലമുറയായ ബസലേലിനെ ദൈവം തെരഞ്ഞെടുത്തു. സകലവിധ ജ്ഞാനവും ആത്മാവും സകലവിധ കൃപയുമുള്ള ഒരു ബസലേലിനെ ദൈവം തെരഞ്ഞെടുക്കാൻ പറഞ്ഞു. ഞാനൊരു ദൂത് പറയാം. റമാനെ ശംഭവാരകൾ ഖമനക. പൂർവപിതാക്കന്മാർ ദൈവസന്നിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറകളെ, നിങ്ങളുടെ തലമുറകളെ ജാതിമത ഭേദമന്നെ, സംഘടനാ വ്യത്യാസമന്നെ ഉള്ള എല്ലാ സഹോദര സഹോദരിമാരുടെ തലമുറകളെ സ്വർഗത്തിലെ ദൈവം മാനിക്കും. ഒരു നിമിഷം മുട്ടുമടക്കി പ്രാർത്ഥിക്കാമോ? യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ തലമുറകളോട് കരുണ തോന്നണമെന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാമെങ്കിൽ സ്വർഗത്തിലെ ദൈവം അതിന് മറുപടി തരിക തന്നെ ചെയ്യും. ഞാൻ എൻ്റെ ചിന്താവിഷയത്തിലേക്ക് ഓടി വരട്ടെ. അപ്പൊ കതിരമരത്തിൻ്റെ അരികിലേക്ക് കോടാലി കൊണ്ടുപോകുമ്പോൾ കതിരമരം പറയും, അയ്യോ എന്നെ വെട്ടല്ലേ, എനിക്ക് നോവും, എനിക്ക് വേദനിക്കും. അപ്പോ പറഞ്ഞു, നിനക്ക് വലിയ വേദനയൊന്നും വരത്തില്ല. യോബിന്റെ പുസ്തകം 5:18 പറയുന്നത് പോലെ അവൻ മുറിവ് ഏൽപ്പിക്കുകയും ചെയ്യും, മുറിവ് കെട്ടുകയും ചെയ്യും, ചതയ്ക്കുകയും ചെയ്യും, തൃക്കൈ കൊണ്ട് പൊറപ്പിക്കുകയും ചെയ്യും. അങ്ങനെയാണ് തിരുവെഴുത്ത് കാണുന്നത്. അങ്ങനെയാണെന്ന് മുറിക്കും. യോബിന്റെ പുസ്തകം 14:7-8 വാക്യം വായിക്കുമ്പോൾ, ഒരു വൃക്ഷമായിരുന്നാൽ അതിനൊരു പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ വീണ്ടും തളിർവിടും. അതിൻ്റെ കുറ്റി അഴുകിപ്പോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് വീണ്ടും അത് തളിർവിടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ
ഈ വൃക്ഷത്തെ വെട്ടാൻ പോയത് കൃപയുള്ളവനാ. കൃപയുള്ളവനാണ്. ആരാണ് വെട്ടാൻ പോയെന്ന് എനിക്കറിയില്ല. പക്ഷെ വെട്ടാൻ അറിയാവുന്ന ഒരു കൂട്ടരുണ്ട്. രാജാക്കന്മാർക്ക് എഴുതിയ 1 പുസ്തകം 5-6-7 വാക്യങ്ങളാണെന്ന് തോന്നുന്നു. ആണ്. അവിടെ പറയുക, ഞങ്ങളുടെ ഇടയിൽ ലക്ഷക്കണക്കിന്, ശലോമോൻ പറയുക, സോർ രാജാവായ ഹീരാമിനോട് പറയുക, ഞങ്ങളുടെ ഇടയിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, പക്ഷെ ഇതിനൊന്നിനും വെട്ടാൻ അറിയില്ലെന്ന്. യഹൂദന്മാർക്ക് വലിയ പുള്ളികളൊക്കെ ഒന്ന് വെട്ടാൻ അറിയില്ല. വെട്ടണമെങ്കിൽ വല്ല പാവപ്പെട്ടവനൊക്കെ വേണം, ഇതെല്ലാം കൃപ പ്രാപിച്ച്. മോളിക്കയറി തലപ്പത്തിരിക്കുന്നവനൊന്നും വെട്ടാൻ അറിയില്ല. കസേര താഴെ വീഴാതെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം ഓർത്തുകൊണ്ട്, പണിയുന്നതിന് ദൈവകൃപയും വിശേഷ ജ്ഞാനവും വിശേഷ ബുദ്ധിയും ദിവ്യാത്മാവിനാൽ നിറയ്ക്കപ്പെട്ട വ്യക്തി ജീവിതങ്ങളെ 2 പേര് ദൈവം അവിടെ തെരഞ്ഞെടുത്തു. പുറപ്പാട് 31 പണിയേണ്ട വിധവും പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് വെട്ടുന്നവനും കൃപയുള്ളവൻ വേണ്ടേ. ശലോമോൻ കണ്ട് മരം വെട്ടാൻ ആരെയാ വിളിച്ച? സീദോന്യരെ പോലെ മരം മുറിക്കാൻ അറിയാവുന്നവർ ഞങ്ങളുടെ ഇടയിൽ ഇല്ലല്ലോ എന്ന്. കറക്റ്റല്ലേ പറഞ്ഞ്? സ്വോത്രം പറയും, പക്ഷെ വെട്ടാൻ അറിയത്തില്ല. സോപ്പിടാൻ അറിയാം, വെട്ടാൻ അറിയത്തില്ല. സൂപ്പാക്കാൻ അറിയാം, വെട്ടാൻ അറിയത്തില്ല. വെട്ടാൻ അറിയണമെങ്കിൽ പാവപ്പെട്ട ഞങ്ങളെ പോലുള്ളവർ വേണം. ഞങ്ങൾ ഈ വെട്ടുന്നത് കൊണ്ട് ഞങ്ങളെ ആർക്കും വേണ്ട. കതിരമരത്തെ ആർക്കും വേണ്ട. കറ തീർന്ന് വചനം പ്രസംഗിക്കുന്നവന് ഒരുത്തനും വേണ്ട. ഈ കിളിപ്പെടുത്തുന്ന, ഭർത്താവിനെ തല്ലുന്ന കൊച്ചമ്മയോട് ദൂത് പറയാനും, ഭാര്യയെ തൊഴിക്കുന്ന ഭർത്താവിനോട് ദൂത് പറയാനേ പ്രഭാകരന്മാരുള്ളൂ. ദൈവവചനം കറ തീർന്ന് ദൈവജനത്തെ പാവബോധം ഉണർത്തി മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ആരുമില്ല. അങ്ങനെയുള്ളവന്റെ പോക്കറ്റ് കാലിയാ, അവന് കടഭാരമാ, അവന് പ്രതിസന്ധിയാ. അവന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിവൃത്തി കാണത്തില്ല. അവന്റെ കുഞ്ഞുങ്ങളെ കെട്ടിച്ചു വിടാൻ കാശ് കാണത്തില്ല. എല്ലാവരും ഒറ്റപ്പെടുത്തി തള്ളിക്കളയും. പക്ഷേ ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാ, എല്ലാവരും തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ട്. ഞാനൊരു ദൈവദാസന്മാരോടൊരു ദൂത് പറയാം. കസേര കളിക്കും പദവിക്കും വേണ്ടി പാവപ്പെട്ടവനെ ഇടിച്ചു താഴ്ത്തി കള്ളത്തരം പറയുന്നവനോട് കൂട്ടുകൂടി നിന്ന ദൈവം കസേരയെന്ന് വലിച്ച് താഴെയിടും ഓരോന്നിന്. അതിൻ്റെ സമയമാ ഈ നാളുകളിൽ വരാൻ പോകുന്നത്. നിവർന്നു നിൽക്കത്തില്ല. നെബൂഖദ്നേസർ രാജാവിനെ പോലെ നിവർന്നു നിൽക്കത്തില്ല. 2 കാലുള്ളവൻ 4 കാലേ നടക്കേണ്ടി വരും. ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടായി ദൂതെടുത്തത്. നമുക്ക് വലിയ വ്യൂസ് ഒന്നും വേണ്ട. ഒരെണ്ണം മനസ്സാന്തരപ്പെട്ടാൽ മതി. ഒരെണ്ണം മനസ്സാന്തരപ്പെട്ടാൽ മതി. അപ്പൊ പണിയേണ്ടത് കൃപയുള്ളവനാ. കഴിഞ്ഞ ഒരു മെസ്സേജ് ഞാൻ ഇട്ടു ഫേസ്ബുക്ക് ലൈവിൽ. ഗോബർ മരം അത് പണിയേണ്ടവനോട് കൃപ കൊടുത്തതിന് ശേഷം 36:8, 6:9, 36:22 5 ക്വാളിഫിക്കേഷൻ ഉള്ളവനെയാണ് പണിയേൽപ്പിച്ചത്. ഇത് തലപ്പത്തിരിക്കുന്നതിനെ പൊളിച്ചു കഴിഞ്ഞാൽ ഉള്ളി പൊളിക്കുന്നത് പോലെയാ. സവാള ഉള്ളി ടൈയും കോട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കും.
പക്ഷെ ഒരു ഗുണവുമില്ല, പൊളിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. പക്ഷെ ഈ പൊളിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റിൽ വരുമ്പോൾ ഉള്ളിയിലൊന്നും കാണത്തില്ലെന്ന്. പിന്നെ എന്തെങ്കിലും ഇച്ചിരി കാണും ഈ ചെറിയ ഉള്ളികളിൽ. ചെറിയ ഉള്ളി അതിന് വില കൂടുതലുമാണ്. ചെറിയ ഉള്ളിക്ക് വില കൂടുതലാണ്, പക്ഷെ വലിയ ഉള്ളിക്ക് വില കുറവാണ്. സ്വർഗത്തിലും അങ്ങനെ തന്നെയാ. അതുകൊണ്ട് വലിയ ഉള്ളികൾ ഒരു കാര്യം ചെയ്യണം, ചെറിയ ഉള്ളികളെ കണ്ടു പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അവരിൽ നിന്ന് കേട്ട് പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. തല്ല് കിട്ടിയാലും വേണ്ടി. അപ്പൊ നോഹയെ 5 വിധ ക്വാളിഫിക്കേഷൻ ഉള്ളവനെ ഏൽപ്പിച്ചു പണി. ദൈവസന്നിധി നിലവിളിച്ച് കരയുന്ന മോശയോട് ദൈവം പറഞ്ഞ് കതിരമരം മതി, പെട്ടകം ഉണ്ടാക്കാൻ കതിരമരം മതി. പുറപ്പാട് പുസ്തകം 25:10-11. അത് എന്ത് ചെയ്യണമെന്നറിയാമോ? അകത്തും പുറത്തും തങ്കം കൊണ്ട് തേക്കണം, പുരട്ടണം. ഇന്നത്തെ പുള്ളിയുടെ കയ്യിലെങ്ങാണ് തങ്കം കൊടുത്ത എൻ്റെ ദൈവമേ, സുവിശേഷ വിലയ്ക്കും കൊടുക്കത്തില്ല, പാവപ്പെട്ട ദൈവദാസന്മാർക്കും കൊടുക്കത്തില്ല, കള്ളച്ചെക്കും കൊടുക്കും, പൈസയും കൊടുക്കത്തില്ല. വിളിച്ചു കഴിഞ്ഞാൽ പ്രോഗ്രാമിന് വിളിച്ചാൽ കള്ളച്ചെക്ക് കൊടുത്തു വിടും. നിനക്കൊക്കെ നിത്യ നരകമെന്ന് ഞാൻ പറയുന്നില്ല, എനിക്കും കള്ളച്ചെക്കൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ പലവട്ടം പറഞ്ഞു, വേദന കൊണ്ട് പറഞ്ഞു പോകുന്ന എന്തിനാ ഇല്ലെങ്കിൽ വേണ്ടെന്നേ. ഞങ്ങൾ എത്രയോ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു, പാവപ്പെട്ട ദൈവദാസന്മാരെ എത്രയോ പേരെ ഞങ്ങൾ സഹായിക്കുന്നു കിട്ടുന്നതിൽ നിന്ന്. 1 കിലോ അരി വാങ്ങാൻ കാശില്ലാത്തവർക്ക് ഞങ്ങൾ കൊടുക്കുന്നു. ഇത് പൂച്ച കരയുന്ന പോലെ ഇങ്ങയാവും 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 എന്ന് പറഞ്ഞാൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും അതിൻ്റെ മക്കൾക്കും അതിൻ്റെ മക്കൾക്കും അതിൻ്റെ കൊച്ചുമക്കൾക്കും ഇങ്ങയാവും. അതുകൊണ്ട് നിത്യലജ്ജയ്ക്കായിട്ട് ദൈവം മാറ്റിയിടും. അതുകൊണ്ട് പേടിച്ചിട്ട് പറയുക, നമ്മളൊക്കെ യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാ, ഒരു കുടുംബത്തിലെ അംഗങ്ങളാ, ഒരു ഭവനത്തിലെ കൃഷിക്കാരാ. മറക്കല്ലേ, മറക്കല്ലേ. ഇവിടെ സൗദി അറേബ്യയിൽ വലിയ പുള്ളികളൊക്കെ ധർമ്മരാജനോട് ഭയങ്കര പണക്കം. കാരണം പണച്ചാക്കുകൾ പറയുന്നത് കേട്ടുകൊണ്ട് ധർമ്മരാജനെതിരെ വിരൽ ചൂണ്ടിയാൽ നീ എന്ന് അധികം നാൾ വിരൽ ചൂണ്ടത്തില്ല. യെരമ്യാ പ്രവചനം എടുത്തു വെച്ച് പഠിക്കുക വീട്ടിലിരുന്ന്. ധർമ്മരാജനെ സൗദി അറേബ്യയിൽ ഇറക്കത്തില്ലെന്ന് പറഞ്ഞ പുള്ളികൾ ഒരെണ്ണം ഇതിനകത്ത് ഇവിടെ ഇല്ല, സൗദി അറേബ്യയിലില്ല. ഇനി ചില പുള്ളികളൊക്കെ ഉണ്ട്, അത് പിശാചിനെ കണ്ടാലും ചിരിക്കും, പിശാചിനെ കണ്ടാലും കൈ കൊടുക്കും. ഇതൊക്കെ ഇരുന്ന് 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 വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പാസ്റ്റർമാരായതാ, തട്ടിക്കൂട്ട് പാസ്റ്റർമാർ. അത് ഞാൻ കടമെടുത്തതാ. കൊല്ലം ഷമീറിൻ്റെ കടമെടുത്തത് തട്ടിക്കൂട്ട് പാസ്റ്റർമാർ. കറക്റ്റാ, അത് കറക്റ്റ് തന്നെയാണ്. ഒരു കാര്യം ഓർത്തോ, തൽക്കാലം കതിരമരം മുറിക്കുമ്പോൾ കതിരമരത്തിന് വേദനിക്കും. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, കുടുംബാംഗങ്ങളെ, കുഞ്ഞുകുട്ടികളെ, സംഘടനാഭേദമെന്നെ ജാതിമത സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് നിങ്ങൾ വേദനയോടെയാണോ ഇരിക്കുന്നത്? നിരാശയോടെയാണോ ഇരിക്കുന്നത്? ഹൃദയം മുറിവേറ്റ അവസ്ഥയിലാണോ ഇരിക്കുന്നത്? ഇതിനപ്പുറത്തൊരു വിടുതലുണ്ട്. ആ വിടുതൽ തരുവാൻ കഴിവുള്ള ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്, നിങ്ങളെ കാണുന്നുണ്ട്,
നിങ്ങളുടെ വേദന അറിയുന്നുണ്ട്. തള്ളിക്കളയുന്നവർ തള്ളിക്കളയട്ടെ, പക്ഷെ ദൈവം നിന്നെ ചേർത്തുകൊള്ളും. ഇന്ന് ചേർത്ത് പിടിക്കുന്നവർ നാളെ നമ്മളെ തള്ളിക്കളയും. പക്ഷേ തള്ളിക്കളയാത്ത ക്രിസ്തുവിൽ, തള്ളിക്കളയാത്ത നസ്രേനായ യേശുവിൽ നാം ആരാധിച്ചാൽ, നാം അടുത്തു എന്നാൽ, ആ യേശുവിനെ സ്വീകരിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു മത്തായി 28:20 പറയുന്നത് പോലെ, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് നിങ്ങളോട്, നിങ്ങളുടെ തലമുറകളോട് കൂടെ ഇരിക്കുവാനിടയാകും. പണി കൃപയുള്ളവനാ ബസലേലും ഹോലിയാവും. പക്ഷേ പുറപ്പാട് 31, വെട്ടാൻ പോകുന്നവനും കൃപയുള്ളവനാ. പക്ഷേ ശലോമോന്റെ ആലയം പണിക്ക് മരം വെട്ടാൻ വന്നവന് സീതോന്യര പുറംജാതികളാ. ഇനി അവിടെ ഒരു ദൂതുണ്ട്. തോമാസ് ലീഗയുടെ ആൾക്കാര് വെട്ടിയാ മുറിയില്ല. പാരമ്പര്യ ബന്ധക്കോസുകാര് വെട്ടിയാ മുറിയില്ല. കർത്താവ് ചോദിച്ചു, ഇപ്പൊ പിടിച്ചത് വല്ലതും ഉണ്ടോ പത്രോസേ? കാരണം പിടയ്ക്കുന്നത്, തുള്ളുന്നത്, ചാടുന്നത്, ആരാധിക്കുന്നത്, അന്യഭാഷ പറയുന്നത്, പ്രവചിക്കുന്നത്, കൃപാവരങ്ങളിൽ ജ്വലിക്കുന്നത്, അതിനെയാ കർത്താവിന് വേണ്ടത്. ചകള പഴുത്തൊക്കെ ഇരിക്കുന്നതിനൊന്നും വേണ്ട. ചകള പഴുത്തതിനെ വേണം, കൃപയുണ്ടാക്കി വേണം, ഇല്ലെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ കർത്താവിന് വേണ്ട. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഇപ്പൊ പിടിച്ചോണ്ടോ, ചാടുന്നതൊന്ന് കാണട്ടെന്ന്, തുള്ളുന്നതൊന്ന് കാണട്ടെന്ന് കർത്താവ് പറഞ്ഞ്. എൻ്റെ അർത്ഥം ഇപ്പൊ പിടിച്ചത്. അതുകൊണ്ട് ഇത് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം, ഇത് കേൾക്കത്തില്ലായിരിക്കാം. കേൾക്കണ്ട, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെന്ന കേട്ടാ മതി. അതിനൊരു കാര്യം ചെയ്തോണം. കതിരമരം നോക്കി നിൽക്കുമ്പോൾ കോടാലിയുമായിട്ട് പോന്നു. അടുത്ത് ചെന്നപ്പോൾ മണ്ണ് മാറ്റിയപ്പോൾ പറഞ്ഞു കാണും, എനിക്ക് വേദനയ്ക്കില്ല, ഞങ്ങൾ കൃപയുള്ളവരാ വെട്ടുന്ന്. കൃപയുള്ളവരെ വെട്ടിയെങ്കിലേ അത് മുറിയത്തുള്ളൂ. കൃപയില്ലാത്തവൻ അത് ഇട്ടിട്ട് പോകും. കാരണം നോഹയുടെ പെട്ടകത്തിൽ കൃപയുള്ളവനെ കൊണ്ട് വെട്ടിച്ചത് കൊണ്ടാ അതിനെ വെട്ടിമുറിച്ചത്, അതിനെ കീറിമുറിച്ചത്. 10 പൈസ കൊടുത്തില്ല. പക്ഷേ ഇവിടെ പൈസയുണ്ട്, നന്മയുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ നന്മയാണ്. പെട്ടകം ഉണ്ടാക്കുന്ന സമയത്ത് നോഹയ്ക്ക് പൈസ കൊടുത്തില്ല, ക്രെഡിറ്റ് കാർഡ് കൊടുത്തില്ല, ഡെബിറ്റ് കാർഡ് കൊടുത്തില്ല, പലിശയ്ക്ക് പൈസ എടുത്തില്ല, ഒന്നും എടുത്തില്ല. പക്ഷെ ദൈവം അതത് സമയത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അവിടെ ഗോപർമരം കൊണ്ട് പെട്ടകം ഉണ്ടാക്കിയെങ്കിൽ, വട്ടമരം കയറ്റിയിരുന്നെങ്കിൽ വഴിയിൽ വെച്ച് പോയനായിരുന്നു. ഇന്ന് പലരും വട്ടമരം കയറ്റിയാ പ്രസംഗിക്കുന്നത്. വട്ടമരം, എൻ്റെ ഭാഷയെ പറഞ്ഞ 4 സൈസ് വിറകുകളാണ്. 1 നനഞ്ഞ വിറക്, 2 കുത്തുന്ന വിറക്, 3 പുകയുന്ന വിറക്, 4 കത്തുന്ന വിറക്. 4 വിറകുകളാണ്. നനഞ്ഞ വിറക് വീട്ടിലും ആരാധിക്കത്തില്ല, സഭയിലും ആരാധിക്കത്തില്ല. കയ്യടി, അടിച്ചാരാധിക്ക്. ആരെ അടിക്കാനോ? ഭർത്താവിനിട്ട് അടിക്കാനോ? ഭാര്യയ്ക്കിട്ട് അടിക്കാനോ? കൂട്ടുവിശ്വാസികൾക്കിട്ട് അടിക്കാനോ? അടിച്ചാരാധിക്ക്. 2 അതങ്ങനെ തന്നെയാണ്. അത് എവിടെ പോയാലും അങ്ങനെ തന്നെ. രണ്ടാമത്തത് കുത്തുന്ന വിറക്. ഇരിക്കുന്ന ദൈവദാസനിട്ടും കുത്തും, നാട്ടുകാർക്കിട്ടും കുത്തും, പിന്നെ വേണ്ടി വന്ന വിശ്വാസികൾക്കിട്ടും കുത്തും, മൊത്തത്തിലിട്ട് കുത്തും. 3ാമത്തെ വിറക് പുകയുന്ന വിറക. വട്ടവിറകിനെ നോക്കിക്ക്, ഫ്രണ്ടിലിരുന്ന് നല്ലതുപോലെ കൈയടിക്കും. വട്ടവിറക് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ലതുപോലെ കത്തും. പെട്ടെന്ന് അങ്ങോട്ട് കത്തും. കടകട എന്ന് പറഞ്ഞ് 3-4 അടിയങ്ങ് അടിച്ചിട്ട്
ആരാധനയും തെറ്റിച്ച്, പ്രാർത്ഥനയും തെറ്റിച്ച്, സകലത്തെയും തെറ്റിച്ചിട്ട് കടകടാന്നടിച്ചിട്ട് പെട്ടെന്ന് നിൽക്കും. പക്ഷേ അത് കത്തിക്കൊണ്ടിരിക്കുന്ന പുക പുറകിൽ കൂടെയാണ് പോകുന്നത്. അതിനകത്തൊരു പൊങ്ങുണ്ട്. പൊങ്ങെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പുക പുറത്തുകൂടെ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ ഞാൻ പറഞ്ഞതാ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഫ്രണ്ടിൽ നിന്ന് നല്ലപോലെ കൈയടിച്ച് ആരാധിക്കും, പക്ഷെ വരുന്നതിനെ മുഴുവനും പുകച്ച് പുറത്ത് അടിക്കും, ഒരെണ്ണത്തിന് അകത്ത് കയറ്റൂല. പിന്നെ കത്തുന്ന പറയുകയെന്ന് ചോദിച്ചാൽ, അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 28 1 മുതൽ 6 വരെ പഠിക്കുമ്പോൾ അവൻ പൗലോസ് അപ്പോസ്തലന്റെ കരങ്ങളിൽ ഒതുങ്ങിയ വിറക, യേശുക്രിസ്തുവിന്റെ കരങ്ങളിൽ ഒതുങ്ങിയ വിറകാണോ നീ കത്തും, നീ കുത്തൂല്ല, പുകയുമില്ല, നനയില്ല, അതിന് മഴയില്ല. പൗലോസ് അപ്പോസ്തലൻ എടുത്ത വിറക് റമാനെ ശമ്പവ, ആ വിറക് കരങ്ങളിൽ ഒതുങ്ങുന്ന വിറക, യൂണിറ്റിയുള്ള വിറക, റോമർ 15:5 ഐക്യതയുള്ള വിറക. ആ വിറക് കത്തും, അണലികൾ പുറത്തു വരും. ഞങ്ങളൊക്കെ പോകുന്നിടത്ത് മിക്കവാറും സ്ഥലങ്ങളിൽ ഭൂതോളും. 25 വർഷമായിട്ട് അന്യഭാഷ പറഞ്ഞ അമ്മാമ്മയും ഭൂതോളും. കള്ളുകുടി അച്ചായൻ്റെയും ഭൂതോളും. ആരും കാണാതെ ബിയറടിക്കുന്ന അച്ചായന്മാരുടെയും ഭൂതോളും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് മാനസാന്തരപ്പെടാം. മനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. മെറ്റാനോയിയോ ഗ്രീക്കിൽ 3 പദം മാനസാന്തരം. അങ്ങനെ കതിരമരം സമയം പോയി. കതിരമരം വെട്ടിമുറിക്കാൻ കോടാലിയായിട്ട് എന്ന് കൃപയുള്ളവൻ വെട്ടിമുറിച്ചു. എന്തിനാ എന്നെ വെട്ടിമുറിക്കുന്നത്? അതെ, എത്രയും നാള് മറ്റുള്ളതിനെയൊക്കെ വെട്ടിമുറിച്ചു കൊണ്ടുപോയി വീണ്ടും പൊട്ടിക്കിളിർത്ത കണ്ടില്ലേ? ഇനി നീ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. നീ കഷ്ടപ്പെട്ടത് മതി, നീ പ്രയാസപ്പെട്ടത് മതി, നീ വേദന സഹിച്ചത് മതി, നീ വേദന സഹിച്ചത് മതി. യേശുക്രിസ്തു പറഞ്ഞില്ലേ, എൻ്റെ ഡാഡി പറഞ്ഞില്ലേ, എൻ്റെ അപ്പൻ പറഞ്ഞില്ലേ? യോഹന്നാൻ 16:20 மெய்யாகவே மெய்யாகவே நான் உங்களுக்கு சொல்லுகிறேன், நீங்கள் அழுது புலம்புவீர்கள், உலகமோ சந்தோஷப்படுவார்கள், ஆனால் நீங்கள் துக்கப்படுவார்கள், உம்முட துக்கம் சந்தோஷமாய் மாறுം. മനസ്സിലായില്ലേ? എന്നും കഷ്ടപ്പെടാനല്ല. ഞാൻ ദുബായ് ട്രേഡോക്കിൽ ജോലി ചെയ്യുമ്പോൾ, ഷിപ്പിൽ ജോലി ചെയ്യുമ്പോൾ അവന്മാരെപ്പോഴും പറയും, ഇൻ ദ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന്. പക്ഷേ ബൈബിള് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, സഭാപ്രസംഗി 7:8 പറയുന്നു, ഒരു കാര്യത്തിൻ്റെ ആരംഭത്തെക്കാൾ അവസാനം നല്ലത്. അത് മതി. അതാ ഭക്തൻ പാടിയത്, ആദിയെങ്കിൽ കയ്പാകിലും അന്ത്യമോ മധുരമത്രേ. അത് മതിയപ്പാ, ഞങ്ങൾക്ക് അത് മതി. ഞങ്ങൾക്കെന്ന് പറയുന്നില്ല, എനിക്കത് മതി. ഇവിടെ കഷ്ടം വന്നാലും ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടെങ്കിലും വേദനിപ്പിച്ചാലും എനിക്ക് ഭാരമില്ല, പ്രയാസമില്ല. എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട്. അത് മരിക്കുന്ന കാലം വരെ വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, വേർപാടോടെ നിന്ന് അനേകരെ ഒരുക്കിയെടുത്ത് നിത്യരാജ്യത്തിലെത്തിക്കുക. അത് എന്നെ ഏൽപ്പിച്ച ദൗത്യം. ഞാനൊരു പാസ്റ്ററല്ല, ഞാനൊരു സുവിശേഷകനാണ്. ഞാൻ എൻ്റെ ശുശ്രൂഷ എന്താണെന്ന് എനിക്കറിയാം. അനേകരെ നേടിയെടുക്കുവാനുള്ള കൃപ, അനേകരെ കരം വെച്ച് പ്രാർത്ഥിക്കുവാനുള്ള കൃപ, ശുശ്രൂഷയ്ക്കയക്കുവാനുള്ള കൃപ. ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഏകദേശ ശുശ്രൂഷ ചെയ്തൊരു മനുഷ്യനാണ് ഞാൻ. അപ്പം അതുകൊണ്ടൊരു കാര്യം വളരെ ശ്രദ്ധിച്ചോണ്ടേ, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്ക്. ഒരു മനസ്സാന്തരം ഉണ്ടാകട്ടെ. എന്തിനാ കതിരമരം?
യവനൊക്കെയാണോ ഇതിനകത്ത് കൊണ്ടുവരുന്നത്? അതുപോലെ ഈ സമാഗമന കൂട 25-ാം അധ്യായത്തിൽ തന്നെ ഉണ്ട്. പുറപ്പാട് 25 പഠിച്ചാൽ മതി. സമാഗമന കൂടാരത്തിൻ്റെ മൂടികളെ അകത്തും പുറത്തും മൂടിയുണ്ട്. പക്ഷെ ഇതിനകത്തൊരു മൂടിയുണ്ട്, തകശുതോൽ. അതിനെയും ആരും കാണുന്നില്ല. തകശുതോലിനെ ആർക്കും വേണ്ട. ഇതിനെ താങ്ങി നിർത്തിയിരിക്കുന്നത് തകശുതോല, മൂടിയെ. അതിനെ ആർക്കും വേണ്ട. പക്ഷെ അതും നടുക്ക കാണത്തില്ല. വൃക്ഷത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത് വേര. കാണുന്നവർ വൃക്ഷത്തെയാ കാണുന്നത്, അതിൻ്റെ ഫലമാ കാണുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിൽ വേരുകളോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങളാ താങ്ങി നിർത്തിയിരിക്കുന്നത്. പലവട്ടം കൊടുങ്കാറ്റടിച്ച് ചുഴലിക്കാറ്റടിച്ചിട്ടും ഭൂമിയോടൊറ്റം വളഞ്ഞു പോയിട്ടും അതിനെ പിടിച്ചു നിർത്തിയത് ഞങ്ങളാ. അതുപോലെ ഞങ്ങളും ഏത് കൊടുങ്കാറ്റടിച്ചാലും ഏത് പ്രതിസന്ധികൾ വന്നാലും ക്രിസ്തുവിന് വേണ്ടി അവസാനം വരെ നിലനിൽക്കാൻ ഇറങ്ങി തിരിച്ചവരാ ഞങ്ങള്. ഞങ്ങൾ വചനത്തിൽ വേരൂന്നുന്നവരാ. ഞങ്ങളെ തള്ളിയാലൊന്നും ഞങ്ങൾ വീഴൂല, ഉന്തിയാലും വീഴൂല, ഊതിയാലും വീഴൂല. കാരണം യേശു ക്രിസ്തു ഊതിയിട്ട് വീണില്ല, പിന്നല്ലേ യഹന്മാർ ഊതിയാ വീഴുന്നത്. യഹന്മാരുടെ വായിലെ വാട കൊണ്ടാ മറിഞ്ഞ് വീഴുന്നത്. പല്ല് തേക്കാതെ. സ്തോത്രം. ഇവിടെ ഒരുത്തനാണെങ്കിൽ അമ്മ സ്തോത്രം, ഓരോരുത്തരുടെ മുഖത്ത് നോക്കണ്ട ഫൂ ഫൂ എന്ന് പറയുന്നത്. ആ തുപ്പലെല്ലാം കൂടെ അവരുടെ മുഖത്ത് വീഴുക, സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും. അവൻ്റെയൊക്കെ തുപ്പൽ കേൾക്കാൻ പോയി കൊള്ളാൻ പോയി നിൽക്കുക. പൂ പൂ. ഞങ്ങളൊക്കെ പൂ എന്ന് പറഞ്ഞാലൊന്നും തുപ്പലൊന്നും വെളിയിൽ പോകത്തില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയാണ്, കതിരമരത്തെ വെട്ടി മുറിച്ചു, കൃപയുള്ളവൻ മുറിച്ചു. കൃപയുള്ളവൻ അകത്തു കൊണ്ടുവന്നു, കൃപയുള്ളവൻ പണിതു. അതിന് മുഴുവനും അകത്തും പുറത്തും നോക്കണേ. 25:11 പറയുന്നു, അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം, അകത്തും പുറത്തും പൊതിയണം. എന്താണ് ക്രിസ്തുവും കതിരമരവും? കതിരമരം അകത്ത് പൊതിഞ്ഞത് യേശു ക്രിസ്തുവിന്റെ മനുഷ്യ സാദൃശ്യത്തിൽ വന്ന റോമർ 8:3, ഫിലിപ്പിയർ 2:7 മനുഷ്യ സാദൃശ്യത്തിൽ വന്ന ക്രിസ്തുവിന് നിഴലായി നിൽക്കുമ്പോൾ തങ്കം കൊണ്ട് പൊതിഞ്ഞത് ക്രിസ്തു യേശുവിന്റെ ദൈവത്വത്തെയും കാണിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കാണിക്കുന്നു. 22-ാം സങ്കീർത്തനം 3-ാം വാക്യമാണെന്ന് തോന്നുന്നു. രാജാവിന്റെ തലയിലെ തങ്ക കിരീടം. വെളിപ്പാട് പുസ്തകത്തിലെ തലയും തലമുടിയും ഹിമം പോലെ വെളുത്തതും പൊൻകിരീടം തങ്കം കൊണ്ട് പൊതിയണം. ക്രിസ്തുവിന്റെ മനുഷ്യ സാദൃശ്യത്തിൽ വന്ന ക്രിസ്തുവും തങ്കം. ഈ തങ്കത്തോട് ചോദിക്കുക, തങ്കമേ നീ എങ്ങനെയാ ഇത് പൊതിയാനുള്ള അവസരം കൊടുത്തത്? അത് എന്നെ ഉരുക്കി ഉരുക്കി അടിച്ചുരുക്കി ഒരു കട്ടി തങ്കമെടുത്ത് അടിച്ചടിച്ചടിച്ചടികൊണ്ട് എൻ്റെ യേശു തങ്കമായ ശൂന്യക്കാരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അടകാരാജകതുലഘടകക്ഷസി. ഉത്തമഗീതം 5:10-9 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞു, എൻ്റെ പ്രിയനോ വെണ്മയിൽ ചുവപ്പുള്ളവൻ, അവൻ 10,000 അതിസുന്ദരനായിരുന്നവൻ. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് രൂപത്തിലാക്കി. യെശയ്യാപ്രവചനം 52:13-14 എൻ്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കും.
അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് രൂപം വികൃതമായിരുന്നു. 22-ാം സങ്കീർത്തനം നിങ്ങളെടുത്ത് വായിച്ചു നോക്ക്. അവൻ്റെ അസ്ഥികളെല്ലാം നമുക്കെണ്ണാം. 34:20 അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകത്തില്ല. അവന്മാർ കുറേയൊക്കെ ഓടിക്കാൻ നോക്കി, തെള്ളിയിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ തെള്ളിയിട്ട് ഓടിക്കാൻ നോക്കി. പക്ഷെ പ്രവചനമുള്ളവനെ ഓടിക്കാൻ പറ്റത്തില്ല, പ്രവചനമുള്ളവനെ തകർക്കാൻ പറ്റത്തില്ല, പ്രവചനമുള്ളവനെ ഒതുക്കി ഒരു മൂലയ്ക്ക് ഒതുക്കാൻ പറ്റത്തില്ല. പ്രവചനമുള്ളവനെ പ്രവചനമുള്ളവനെ തകർത്ത് കളയാൻ പറ്റത്തില്ല. പ്രശ്നം വരുമ്പോൾ പ്രവചനാത്മാവിൽ ദൈവാത്മാവ് ഇടപെടും. മോശയോട് വായോടിരുന്ന ദൈവ, മോശയോട് സംസാരിച്ച ദൈവ, മോശയ്ക്ക് വേണ്ടി പറഞ്ഞു കൊടുത്ത ദൈവ, ആമേൻ. മോശയുടെ വായിൽ നിന്ന് പുറപ്പെട്ടത് അഹരോനോട് പറഞ്ഞു കൊടുത്ത മോശ. ആ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ട്. കൃപയാൽ 1.5 മാസം കൊണ്ട് സൗദി അറേബ്യയുടെ പ്രദേശത്തായിരിക്കുക. ഞാനൊരു ദൂത് പറയാം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആരെ അവഗണിക്കരുത്. അവഗണിച്ചാൽ അവഗണിക്കുന്നവനെ നിന്നേക്കാൾ ശ്രേഷ്ഠമായ നിലയിൽ കൊണ്ടുവരും ദൈവം. അതാണ് കതിരമരം. അതിനോടാണ് ചേർത്തെടുത്തത്. കതിരമരത്തെ പോലെ യേശു ക്രിസ്തു ഒറ്റപ്പെട്ടില്ലേ? ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ? തിന്നാനും കുടിക്കാനും എല്ലാം ഇഷ്ടം പോലെ 25,000 ചിലവാനും ഉണ്ടായിരുന്നു. ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. ആടുകൾ ചിതറേണ്ടതിന് ഇടയനെ വെട്ടുക. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ പരിഹാരത്തിനായി. 3:21 പറയുന്നു, അവിടെ ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടു. ആ കുഞ്ഞാടിൻ്റെ രക്തം പുരണ്ട തോലുമായി അവരെ പുറത്തിറക്കി. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഭൂമിയിലേക്ക് വന്നു. റോമർ 5:12, റോമർ 3:23, റോമർ 6:23, എസ്കേൽ 18:20. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പലവിധ ആട്ടുകൊറ്റൻ്റെ, കോലാട്ടുകൊറ്റൻ്റെ, കാളകളുടെ, മൂരിയുടെ, കുളമ്പുള്ള മൂരിയുടെ യാഗം നടത്തി. ഒന്നും ദൈവത്തിന് പ്രസാദമില്ലാതെ വന്നപ്പോൾ, താൽക്കാലികമായി പാപം മറച്ചപ്പോൾ ഒരുവൻ പറഞ്ഞു, തൃത്വത്തിൽ രണ്ടാമനായ ക്രിസ്തു യേശു പറഞ്ഞു, ഞാൻ പോകാം. ഈ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഞാൻ ഇറങ്ങിച്ചെല്ലാം. എബ്രായർ 2:9 പറയുന്നു, ഞാൻ മരണം ആസ്വദിക്കാൻ ഇറങ്ങിച്ചെല്ലാം. തൃത്വത്തിൽ രണ്ടാമനായ ക്രിസ്തു ഭൂമിയിലേക്ക് താണിറങ്ങിവന്ന് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, മാർക്കും വേണ്ടാത്തവനെ രക്ഷിക്കാനാ. പാപികളുടെ സ്നേഹിതനെന്ന് പേര് വിളിച്ചു. യവനൊരു സമര്യനെന്ന് വിളിച്ചു. യവനിൽ ഭൂതമുണ്ടെന്ന് വിളിച്ചു. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം പഠിക്കുമ്പോൾ നിനക്ക് 50 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അമ്മർക്ക് വയസ്സ് പോലും അറിയത്തില്ല. കർത്താവ് ആകപ്പാടെ 33.5 തിരുവയസ്സേ ജീവിച്ചുള്ളൂ ഭൂമിയിൽ. 50 വയസ്സായി കാണുമല്ലോ. 50 വയസ്സിൽ താഴെയല്ലേ ഉള്ളൂ. ചിലർ ആലോചന പറയുന്ന പോലെ ആരോടൊക്കെ എന്തരൊക്കെയോ പറയുന്നു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതിയോടെ? വചനത്തിന് ദൃഢനിശ്ചയം വേണ്ടേടെ? എന്തരൊക്കെ പറയുന്നു. നല്ലതുപോലെ വചനം പഠിക്കപ്പി. അപ്പി എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. തിരുവനന്തപുരം ഭാഷയിലാണ് പറഞ്ഞത്. ഞാനും തിരുവനന്തപുരത്തുകാരൻ, എനിക്ക് ലജ്ജയൊന്നുമില്ല പറയാൻ. തിരുവനന്തപുരം ജില്ലയിലാണ് ജനിച്ചത്. വളർന്നത് പന്തളത്താണ്. ശുശ്രൂഷാ മുഖത്ത് കോഴിക്കോടായിരുന്നു. ജോലിയോടുള്ള ബന്ധത്തിൽ ദുബൈയിലായിരുന്നു. ശുശ്രൂഷ വിവിധ സ്ഥലങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ മനസ്സിലായല്ലോ, എനിക്ക് പേടിക്കാനില്ല. ഒരു നിത്യത കിട്ടുമോ എന്ന് വിചാരിച്ച് നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ പാപികളുടെയും അഭക്തൻ്റെയും ഗതി എന്താകും? ചോദ്യം ഓർത്തുകൊള്ളണേ. പത്രോസിൻ്റെ ലേഖനം പഠിക്ക്, 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയോ? എന്താണ്
ഈ കതിരമരം അത് വെട്ടി അത് കട്ടത അനുഭവിച്ച് യോബെന്ന ഭക്തൻ 23:10 വിളിച്ചു പറയുന്നു, അവൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. പുറത്തു വന്നില്ലേ? പ്രത്യാശ. ഞങ്ങളെ ഈ ശോധന ചെയ്താൽ ഞങ്ങൾ കർത്താവിൻ്റെ കൂടെ നടക്കും. പണ്ടൊരുത്താൻ പറഞ്ഞതുപോലെ ധർമ്മരാജൻ ബസ് എപ്പോഴും ഈ സൗദിയുടെ പ്രദേശത്ത് കയറി വരിക. എനിക്കൊരു സൗദിയാ വിസ എടുത്ത് തന്നുകൊണ്ടിരുന്നത്. അവനാവശ്യമുണ്ടെങ്കിൽ അവൻ വിളിക്കും, വരുമായിരുന്നു. അതാണ് ധർമ്മരാജനെ കുറിച്ചുള്ള കുറ്റം. അല്ലാതെ ആരുടെയും പൈസ കട്ടെന്നോ പെണ്ണ് പിടിച്ചെന്നോ ഒരുത്തനും പറയാൻ പറ്റുന്നില്ല. തെളിവ് തരണ്ടേ? അങ്ങനെ പറഞ്ഞുണ്ടാക്കിയ തെളിവ് തരണ്ടേ? പെണ്ണുപിടിയന്മാരെയൊക്കെ ഞാൻ പിടിച്ചത് കൊണ്ടാ. പെണ്ണുപിടിയന്മാരെയൊക്കെ ഞാൻ പിടിച്ചു. ദൈവാത്മാവ് വെളിപ്പെടുത്തി. നീ മേലാൽ പാപം ചെയ്യരുതെന്നേ പറഞ്ഞുള്ളൂ. നിന്റെ കുടുംബത്തെ നീ ചതിക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. നല്ല കാര്യമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ആരുടെ മുൻപിലും ധൈര്യത്തോടെ തല ഉയർത്തി നിൽക്കാം. ഞാൻ ആരുടെയും പൈസ കട്ടിട്ടില്ല, ആരുടെയും പൈസ മോഷ്ടിച്ചിട്ടില്ല, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടിട്ടില്ല. പിടിക്കപ്പെട്ടവരൊക്കെ മുകളിൽ കയറിയിരിക്കുക. എന്നിട്ട് പാവപ്പെട്ടവനെ കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുക. മര്യാദക്കിരുന്നോണേ. അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം പേര് വരെ വിളിച്ചു പറയാൻ. അതുകൊണ്ട് ദൈവം തന്ന കൃപയെ വ്യാപാരം ചെയ്ത് മുന്നോട്ട് പോയിക്കട്ടെ. തലമുറകൾക്കൊരു ശാപം ആരും വാങ്ങിച്ചു കൊടുക്കണ്ട. തലമുറകൾക്ക് വേണ്ടി ഇരുവിൽ നിന്നാട്ടെ. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നത്തെ തലമുറകളുടെ കാര്യം വളരെ കഷ്ടമാണ്. മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു വിടും. എവിടെന്നെങ്കിലും ഒരെണ്ണത്തിനും പൊക്കിക്കൊണ്ടു പോകും. അപ്പനും അറിയില്ല, അമ്മയും അറിയില്ല, ആരും അറിയില്ല, സഹോദരങ്ങളും അറിയില്ല. നാട്ടുകാരെല്ലാം അറിഞ്ഞതിന് ശേഷം വീട്ടുകാരും അറിയില്ല. വളർത്തിവിട്ടതിൻ്റെ കുഴപ്പമാണോ? നല്ല ഉപദേശം കൊടുത്തതല്ലേ? എത്രയോ എണ്ണത്തിനെ അറിയാം. നല്ല ഉപദേശം കൊടുത്ത ദൈവദാസന്മാരുടെ മക്കൾ. അതിലൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം അങ്ങനെ ബൈബിളിൽ ഉണ്ടല്ലോ. കാരണം ഹിസ്കിയാവ് നല്ലതായി. അപ്പൻ ആഹാസ് ദിനവൃത്താന്തങ്ങളുടെ 2 പുസ്തകം 28 അയാൾ മോശക്കാരനായിരുന്നു. പക്ഷെ മോൻ നല്ലതായി. ഹിസ്കിയാവ് 29 അധ്യായം നല്ലതായി. അടുത്ത 32 മുതൽ 33 മുതലുള്ള പാവം വായിച്ച മനസ്സെ നോക്കിക്ക് ഏറ്റവും കൊള്ളരുതാത്തവനായി മാറി. ദൈവത്തെ കോപിപ്പിക്കുന്നവനായി മാറി. യെശയ്യാ പ്രവാചകനെ കിങ്കരന്മാരെ വിട്ട് മരത്തോട് ചേർത്ത് വെച്ച് വാളുകൊണ്ട് അറുത്തു കൊന്നവനായി മാറി. ചരിത്രകാരന്മാർ പറയുന്നത് അങ്ങനെയാണ്. തന്നെ ഓടിച്ചു കൊണ്ടുവന്നൊരു മരത്തിൻ്റെ പോട്ടിലേക്ക് കയറ്റുമ്പോൾ ഒളിക്കുമ്പോൾ യവന്മാരത് കണ്ടിട്ട് കയറ് കൊണ്ട് വരിഞ്ഞ് പുറത്ത് ചാടാതെ വണ്ണം വരിഞ്ഞ് മുറുക്കിയിട്ട് അറക്കുകയായിരുന്നു പീസ് പീസായിട്ട്. അതാണ് എബ്രായ ലേഖന ചിലർ ഈർച്ച വാളുകളാൽ അറക്കപ്പെട്ടു. രാജകുടുംബത്തിൽ പിറന്ന വ്യക്തിയുടെ മരണം കണ്ടോ? നമ്മളാണെങ്കിൽ പറയും ബന്ധനമാ. ഓ, ഏത് സഭയിൽ പോയാലും ബന്ധനമാ. ദൈവവചനത്തിന് ബന്ധനമില്ല. തിമോഥെയോസിന് 2:9 ദൈവവചനത്തിന് ബന്ധനമില്ല. ഇവിടെ ബന്ധനം ഉണ്ടാകണമെങ്കിൽ നീ പരിഹാസിയാകുന്നുണ്ടല്ലേ. 28:22 യെശയ്യാവ് വായിച്ചു നോക്ക്. യെശയ്യാ 28:22 നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതിരിക്കേണ്ടതിന് പരിഹാസികളാകരുത്. നീ പരിഹസിച്ചാൽ നിന്റെ ബന്ധനം മുറുകും. ദൈവവചനത്തിന് ബന്ധനമില്ല. ഞാൻ ദൂതിലേക്ക് കിടക്കാം. എൻ്റെ വിഷയം തീരുകയാണ്. ഈ കതിരമരത്തെ അറുത്ത് പീസാക്കി കൃപയുള്ളവൻ വെട്ടി, കൃപയുള്ളവൻ പണിത് നേരെ സമാഗമന കൂടാരത്തിൽ അതിപരിശുദ്ധ സ്ഥലത്ത്. ആമേൻ. ബാക്കി ഞാൻ അടുത്ത പ്രാവശ്യം പറയാം. സമാഗമന കൂടാരത്ത് വിശുദ്ധ സ്ഥലത്തല്ല, പ്രാകാരത്തിലല്ല, വിശുദ്ധ സ്ഥലത്തല്ല. ഇനി നീ വെളിയിലല്ല, നീ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറുകയാണ്.
കാരണം യഹൂദൻ പോലും ഇന്നും വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ ആമേൻ വിശുദ്ധിയിലും വേർപാടിലും നിൽക്കുന്ന ദൈവജനം രക്ഷിക്കപ്പെട്ട് വിശ്വാസ സ്നാനം സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവജനം ഇന്നും എവിടെയാണ്? അതിപരിശുദ്ധ സ്ഥലത്ത് നിൽക്കുകയാണ്. യഹൂദന് പോലും കിട്ടാത്ത മകൾ ഭാഗ്യം നമുക്ക് സ്വർഗത്തിലെ ദൈവം തന്നു. ഈ ആമൻ ആർക്കും വേണ്ടാത്ത നിങ്ങളെ ആമൻ തങ്കം കൊണ്ട് പൊതിഞ്ഞതുപോലെ, കൃപയാകുന്ന തങ്കം കൊണ്ട് പൊതിഞ്ഞ് ക്രിസ്തുവിനെ പൊതിഞ്ഞതുപോലെ ആമൻ സ്വത്രം ഇപ്പം എവിടെ ഇരിക്കുന്നു? അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുക. ഇപ്പോഴും മനസ്സിലായി ഞാൻ എവിടെ നിന്നു, ഇപ്പോൾ എവിടെ നിൽക്കുന്നു, ഇനി എവിടെ നിൽക്കാൻ പോകുന്നു എന്നുകൂടെ മനസ്സിലാക്കി പ്രാർത്ഥനയോടെ മുന്നോട്ട് വരിക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആർക്കും വേണ്ടാത്തവരായി തള്ളപ്പെട്ട നിങ്ങളെ തേടി വന്ന ക്രിസ്തു നിങ്ങളെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. യെശയ്യാ 49:15 പറയുന്നു, ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല. ഇസ്രായേൽ ജനത്തെ ഒരു ചിറകിൻ്റെ കീഴിലാണ് കൊണ്ടുവന്നതുപോലെ, ഒരു കഴുകൻ പറന്ന് ചിറകിൻ കീഴെ കൊണ്ടുവന്നതുപോലെ നമ്മെ ഇന്നയോളം പരിപാലിച്ച് നടത്തിയ ആ കർത്താവിന് നന്ദി പറയാം. ഈ കതിരമരത്തെ പോലെ വേദന കൊണ്ട് പുളയുകയാണോ, ഒറ്റപ്പെട്ട് നിൽക്കുകയാണോ, ഭാരപ്പെടേണ്ട കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും വചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കേൾക്കപ്പെട്ട വചനം അനേകരുടെ ജീവിതത്തിൽ വിടുതലിനും മാനസാന്തരത്തിനും കാരണമായി തീരുവാൻ ദൈവം അവിടുന്ന് ഇടയാക്കണം. അടിയനെ താഴ്ത്തുന്നു, ഒന്നുമില്ല എന്ന് ഒരിക്കൽ കൂടി സമ്മതിക്കുന്നു. പ്രത്യേകിച്ച് പിന്നെയും വചനം അമ്മൻ വിവേചിക്കുവാൻ, വചനത്തെ വ്യാഖ്യാനിക്കുവാൻ ആമൻ സ്വർഗത്തിലെ ദൈവം അടിയന് കൃപ തരണമേ. പ്രത്യേകിച്ച് അടിയനെ പ്രിയപ്പെട്ടവളെ കുഞ്ഞുങ്ങളെ 3 പേരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരവർ ആയിരിക്കുന്നിടത്ത് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ സ്തോത്രം, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമൻ പ്രധാനമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു, പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു, മേലധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു. നീതിയുടെ ഭരണം ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുവാൻ സഹായിക്കണം. ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാട് കർത്തൃഭൃത്യന്മാർ, ദൈവദാസന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ. ആമൻ കാരാഗ്രഹത്തിനുള്ളിൽ ഇറങ്ങിച്ചെന്ന ദൈവ സാന്നിധ്യം ഇറങ്ങിച്ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിതാവ്, രോഗികളായി കിടക്കുന്നവരുണ്ട്. ഒരു ജോസ് സഹോദരൻ ആമേ സ്തോത്രം അവിടെ രോഗിയായി കിടപ്പുണ്ട്. കർത്താവേ സ്തോത്ര, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത് അവരുടെ മാതാപിതാക്കൾ, അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ സഹോദരി എല്ലാം നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അതിവേഗോടുന്ന വചനം അയച്ചു പിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ രോഗികളായി കഴിയുന്നവർ അനേകരുണ്ട്. സന്തോഷ് ബ്രദറുണ്ട്. കർത്താവെ, ഇവിടുന്ന് നാട്ടിലേക്ക് കടന്നു പോകാനിടയായി. ഇന്ന് അദ്ദേഹത്തിൻ്റെ സർജറിയാണ്. അതിൻ്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അനേകരുണ്ട്. അവരോടെല്ലാം ദൈവം ഇടപെടണം, സംസാരിക്കണം. അതിവേഗോടുന്ന വചനം അയച്ച് അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, അടിയൻ നിൽക്കുന്ന ഈ സൗദി അറേബ്യയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം വൻ കാര്യങ്ങളെ ചെയ്യണമേ. ശുശ്രൂഷിക്കുന്ന എല്ലാ ഭൃത്യന്മാരെയും കരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് തലമുറയായി അനുഗ്രഹിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. മഹത്വം എല്ലാം കെടുക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു ആൾ അബണ്ടൻലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.